ബഹ്റിൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി യോഗം രാജ്യത്തെ അടിയന്തര സാഹചര്യങ്ങൾ ഇന്ന് വിലയിരുത്തി. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന പൗരന്മാരുടെ വീടുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കുവാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള 1 ലിറ്റർ എണ്ണ പോലും ഹോർമുസ് കടലിടുക്ക് വഴി കടത്തിവിടില്ലെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫക്കാരി. മേഖലയിലെ സംഘർഷം മൂലം രാജ്യാന്തര വിപണിയിൽ എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുഎഇയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരികയായിരുന്ന തായ് ചരക്ക് കപ്പലിന് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും 3 ജീവനക്കാരെ കാണാതാവുകയും ചെയ്തു. 20 പേരെ തായ് നാവികസേന രക്ഷപ്പെടുത്തി. മേഖലയിൽ മറ്റ് 3 കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷണശാലകളിൽ LPGക്ക് പകരം മൈക്രോവേവ് ഓവനുകളും ഇൻഡക്ഷൻ കുക്കറുകളും ഉപയോഗിക്കാൻ നിർദ്ദേശം. പ്രതിസന്ധി രൂക്ഷമായാൽ ട്രെയിനുകളിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് താൽക്കാലികമായി നിർത്തുമെന്നും റെയിൽവേ. കഴിഞ്ഞ 3 വർഷത്തിനിടെ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും 892.83 കോടി രൂപ പിഴയായി ഈടാക്കിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ പിഴത്തുക എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി.